നോമ്പിൻ്റെ ക്ഷീണം മാറണമെങ്കിൽ ഇതുപോലെ ഒരു ഗ്ലാസ് പള്ളിക്കഞ്ഞി കുടിക്കണം അല്ലേ. ഓരോ നാട്ടിലും ഓരോ ടേസ്റ്റ് ആയിരിക്കും ഈ കഞ്ഞിക്ക്. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടൊരു നോയമ്പ് കഞ്ഞി തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ പൊടിയേരി എടുത്തിട്ടുണ്ട്. അത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. 125 ml ഒരു കപ്പ് എടുത്തിട്ടുള്ളൂ. പക്ഷേ ഇത് വെന്ത് വരുമ്പോൾ ഒരുപാട് കാണുവേ. 2 ടീസ്പൂൺ ആശാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഐറ്റമാണ് ആശാളി. ഇനി ഒരു 1/2 ടീസ്പൂൺ മാത്രം ഉലുവ. ഒത്തിരി ഉലുവ കൂടി പോകണ്ട, കഴിക്കും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഒന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പുകൂടി ഇട്ട് കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ പൊടിയേരി വേകുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കാനായിട്ട് നമ്മൾ പൊടിയേരിയുടെ കപ്പിന് ഒരു 2-3 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. കുറച്ച് ചെറിയ ജീരകവും, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, 3-4 ചെറിയ ഉള്ളിയും, ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്ത് വെക്കാവേ. ഇനിയിപ്പോൾ പൊടിയേരി വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഒരു കലത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ കഞ്ഞിക്ക് വെള്ളം പോരാൻ തോന്നിയാൽ നല്ല തിളച്ച വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുത്ത് മിക്സാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ അരപ്പും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചൂടാക്കി എടുത്താൽ മതി. ഇനി തിളപ്പിക്കണ്ട കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചൂടാക്കിയ കഞ്ഞിയിലേക്ക് നമുക്കൊരു താളിപ്പും കൂടെ വേണം. നല്ല നെയ്യിലേക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് അങ്ങ് മൂപ്പിച്ച് താളിച്ചൊഴിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു നോയമ്പ് കഞ്ഞി റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ ഇതിൽ ചുക്കൊക്കെ പൊടിച്ചിടുന്നവരുണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ തയ്യാറാക്കുന്നത് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ.